തലശ്ശേരി വടക്കുംപാട് കൂളി ബസാറിൽ തനിച്ച് താമസിക്കുന്ന വയോധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. പ്രതിക്കായി പോലീസ് ചെന്നൈയിലും ആസാമിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ആസാം സ്വദേശി ജാഷിദുൽ ഇസ്ലാമാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വടക്കുംപാട് കൂളി ബസാറിൽ കാരാട്ടുകുന്നിലെ വാടക ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസിക്കുന്ന CT സുഗതകുമാരിയെ ആക്രമിക്കപ്പെട്ട നിലയിൽ ചോരവാർന്ന് താമസ സ്ഥലത്ത് കണ്ടെത്തിയത്. സുഗതകുമാരിയുടെ സുഹൃത്തായ സ്ത്രീ വീട്ടിലെത്തിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്ന സുഗതകുമാരിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് എത്തി വയോധികയെ ആശുപത്രിയിലേക്ക് മാറ്റി. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ സുഗതകുമാരി ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു ബംഗാൾ സ്വദേശിയെ അന്നുതന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ അയാളല്ല പ്രതിയെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു. സുഗതകുമാരിയുടെ തലയ്ക്കും മുഖത്തും കല്ലുകൊണ്ട് കുത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആസാം സ്വദേശിയായ ജാഷിദുൽ ഇസ്ലാമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് പ്രതിയുടെ ഫോട്ടോയും പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവമെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം പോലീസ് സുഗതകുമാരിയുടെ മൊഴി രേഖപ്പെടുത്തി. കൃത്യം കവർച്ചയ്ക്കാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നാണ് സൂചന. കഴുത്തിലെ ആഭരണം നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ കമ്മൽ കാണാനില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് ധർമ്മടം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രജീഷ് തെരുവത്ത് വളപ്പിൽ അറിയിച്ചു. ഇതിനകം ഒട്ടേറെ പേരെ ആദ്യം ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം പ്രതി തലശ്ശേരിയിൽ നിന്ന് തീവണ്ടി മാർഗമാണ് രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് TT പിടികൂടി പിഴയിട്ടതായും വിവരം ലഭിച്ചിരുന്നു. വാർപ്പ് ജോലിക്കാരനായ ഇയാളും ബന്ധുവും സുഹൃത്തുക്കൾക്കൊപ്പം സുഗതകുമാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിനടുത്താണ് താമസം. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.